ഹൗ ടു ബിക്കം മെൻ്റലി സൂപ്പർ സ്ട്രോങ്. എങ്ങനെ നമുക്ക് വളരെ മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറാൻ സാധിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്നത്തെ കാലത്ത് ആളുകളുടെ മെൻ്റൽ സ്ട്രെങ്ത് എന്നുള്ളത് അത് ഡേ ബൈ ഡേ കുറഞ്ഞു വരികയാണ്. ഫ്രണ്ട്സ്, ലൈഫിൽ സെറ്റ് ബാക്സ്, ഫെയിലിയേഴ്സ് ഇതൊക്കെ സംഭവിക്കുക എന്നുള്ളത് അത് നോർമലായിട്ടുള്ള കാര്യമാണ്. ബട്ട് ഇവിടെ നിങ്ങളൊരു ആവറേജ് മൈൻഡ് സെറ്റ് മാത്രമുള്ള ഒരാളാണെങ്കിൽ സ്റ്റക്കായിട്ട് പോകും. സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ മെൻ്റലി സൂപ്പർ സ്ട്രോങ് ആയിട്ട് മാറുക എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നമുക്ക് നോക്കാം ഹൗ ടു ബിക്കം മെൻ്റലി സൂപ്പർ സ്ട്രോങ് എന്ന്. നമ്പർ 1, ട്രെയിൻ യുവർ മൈൻഡ് ടു ബി കാം. ഫ്രണ്ട്സ്, എപ്പോഴും നിങ്ങളുടെ മൈൻഡിനെ വളരെ കാമാക്കി വയ്ക്കുക. എത്ര പ്രതികൂലമായിട്ടുള്ള സിറ്റുവേഷൻസ് വരികയാണെങ്കിലും നിങ്ങളുടെ മൈൻഡിൻ്റെ ആ ഒരു കാംനെസ് കൈവിടില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം നിങ്ങളുടെ മൈൻഡ് വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആണെങ്കിൽ നിങ്ങളുടെ ലൈഫ് എന്നുള്ളത് വളരെ സ്റ്റേബിൾ ആയിരിക്കും. സപ്പോസ് നിങ്ങൾ വിചാരിച്ചതുപോലെ ഒരു കാര്യം മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളോട് വളരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്നതാണോ നല്ലത്, അതോ അതിൻ്റെ സൊല്യൂഷൻസിനെ പറ്റി ചിന്തിക്കുന്നതാണോ നല്ലത്? തീർച്ചയായിട്ടും അതിൻ്റെ സൊല്യൂഷൻസിനെ പറ്റി ചിന്തിക്കുന്നതാണ് നല്ലത്, അല്ലേ? സോ നിങ്ങൾക്ക് അവിടെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു മറുപടി നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങളുടെ മൈൻഡ് വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിരിക്കണം. ബട്ട് നിങ്ങളിവിടെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു റിപ്ലൈ കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു സൊല്യൂഷനെ കണ്ടെത്താൻ സാധിക്കും? ഇത് നിങ്ങളുടെ മൈൻഡിനെ വീക്കാക്കി മാറ്റും. സോ നിങ്ങൾ എപ്പോൾ മെൻ്റലി ആൻഡ് ഇമോഷണലി സ്ട്രോങ് ആവുമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഇമോഷൻസിനെ നിങ്ങളുടെ കൺട്രോളിൽ വയ്ക്കുമ്പോൾ മാത്രമാണ്. സോ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ എപ്പോഴും വളരെ ശാന്തമാക്കി വയ്ക്കുക. ബിക്കോസ് ഫോക്കസ്ഡ് മൈൻഡ് വൺ ഓഫ് ദ പവർഫുൾ റിസോഴ്സസ് ഇൻ ദ യൂണിവേഴ്സ്. നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ട്രൂ പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് മുഴുവനായിട്ടും അറിയാൻ സാധിക്കുക നിങ്ങളുടെ മൈൻഡ് വളരെ കാമായിട്ട് ഇരിക്കുമ്പോഴാണ്. നമ്പർ 2, സ്പെൻഡ് യുവർ ടൈം എലോൺ. ഫ്രണ്ട്സ്, ഡെയിലി നിങ്ങൾ അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും നിങ്ങളോടൊപ്പം മാത്രമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇന്നർ സെൽഫുമായിട്ട് കണക്റ്റഡ് ആവാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് നിങ്ങൾ ഇത്തരത്തിൽ തനിച്ചിരിക്കുമ്പോൾ മാത്രമേ നിങ്ങളെപ്പറ്റി ചിന്തിക്കുകയുള്ളൂ, നിങ്ങളുടെ ലൈഫിനെ പറ്റി, നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ പറ്റി, നിങ്ങളുടെ വീക്ക്നെസ്സിനെ പറ്റി. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ അതിനു വേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് അവനവനെ പറ്റി, അതായത് നിങ്ങളെപ്പറ്റി നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത്. ഇത് മനസ്സിലാക്കാതെ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുവാണെങ്കിലും അത് വേസ്റ്റ് ഓഫ് ടൈം ആയിരിക്കും. നിങ്ങളെപ്പറ്റി ഒരു അവയർനെസ് വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, ഇതേപ്പറ്റിയൊക്കെ ഒരു ക്ലാരിറ്റി വരികയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ മൊത്തം നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. സോ ഡെയിലി ട്രൈ ടു കണക്ട് വിത്ത് യുവർ ഇന്നർ സൈഡ്. നമ്പർ 3, ഡോണ്ട് ബ്ലെയിം യുവർ സെൽഫ്. ഫ്രണ്ട്സ്, നിങ്ങളുടെ ലൈഫിൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ എത്ര മോശമാണെങ്കിലും അവിടെ ഒന്നും തന്നെ നിങ്ങളെ ബ്ലെയിം ചെയ്യാതിരിക്കുക. ബിക്കോസ് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ഇപ്പോഴുള്ള ഈ ഒരു ലിവിങ് കണ്ടീഷൻ തീർച്ചയായിട്ടും മാറ്റാൻ സാധിക്കും. ബട്ട് ഇവിടെയൊക്കെ നിങ്ങൾ മെൻ്റലി ഇമോഷണലി സ്ട്രോങ് ആയിട്ടിരിക്കുക എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഈ ഒരു സിറ്റുവേഷനെ മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അതിനായിട്ട് നിങ്ങൾ ഹാർഡായിട്ട് വർക്ക് ചെയ്യുക. അല്ലാതെ അതെനിക്കില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ സ്വയം നിങ്ങളെ ഒരിക്കലും ബ്ലെയിം ചെയ്യാതിരിക്കുക. ബിക്കോസ് നിങ്ങളുടെ ലൈഫിനെ മാറ്റാൻ സാധിക്കുക അത് നിങ്ങൾക്ക് മാത്രമാണ്. സോ യു വാണ്ട് ടു ബിലീവ് ഇൻ യുവർ സെൽഫ്. നമ്പർ 4, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഫ്രണ്ട്സ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്ത് കളയാതിരിക്കുക. മേ ബി നിങ്ങൾക്ക് ആ ഒരു കാര്യം ഇപ്പോൾ ചെയ്യുമ്പോൾ ഒരു ഹാപ്പിനെസ് കിട്ടുമെങ്കിൽ പോലും ഗ്രാജ്വലി ഇതെന്നുള്ളത് നിങ്ങളുടെ ലൈഫിനെ വളരെ ഡൗൺവേർഡ് ആക്കി മാറ്റും. സോ നിങ്ങൾക്ക് മെൻ്റലി ആൻഡ് ഇമോഷണലി സ്ട്രോങ് ആവാൻ സാധിക്കണമെങ്കിൽ നിങ്ങളുടെ ടൈമിനെ നിങ്ങൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു ഹാർഡായിട്ടുള്ള ടാസ്ക് ചെയ്യാൻ വേണ്ടി തരികയാണ്. സോ ആ ഒരു ടാസ്ക് നിങ്ങൾ ചെയ്ത് തീർത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക? ഒരു പ്രൗഡ് ഫീൽ ഉണ്ടായിരിക്കും നിങ്ങളെപ്പറ്റി, അല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ടൈം എന്നുള്ളത് നിങ്ങൾ എന്തോ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ എന്തോ ഒന്ന് പുതിയതായിട്ട് ലേൺ ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു. ആ ഒരു ഫീലാണ് നിങ്ങളിൽ ആ ഒരു പോസിറ്റിവിറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഡെയിലി നിങ്ങളുടെ ലൈഫിൻ്റെ പ്രോഗ്രസ്സിന് ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ ടാസ്കുകളെ കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുകയാണെങ്കിൽ തന്നെ യു ക്യാൻ ഏബിൾ ടു ബിക്കം മെൻ്റലി സൂപ്പർ സ്ട്രോങ്. നമ്പർ 5, വേക്ക് അപ്പ് ഏർലി മോർണിംഗ്. ഫ്രണ്ട്സ്, രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് പക്ഷികൾ, കുരുവികൾ ഇതിൻ്റെയൊക്കെ ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കും, അല്ലേ? കാരണം നമ്മളുടെ ഒരു പ്രകൃതിയിലുള്ള എല്ലാ സസ്യജീവജാലങ്ങളും നമ്മളുടെ ഒരു പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ചിട്ട് ജീവിക്കുന്നവരാണ്. ബട്ട് മനുഷ്യൻ മാത്രമാണ്
നമ്മളുടെ ഒരു പ്രകൃതി നിയമങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നുള്ളൂ. ലൈഫിൽ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ രാവിലെ നേരത്തെ എണീക്കുക എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. രാവിലെ 8-9 മണിക്കൊക്കെ എണീക്കുന്ന ഒരാളുടെ എനർജി ലെവൽ എന്നുള്ളത് അത് വളരെ ലോ ആയിരിക്കും. സോ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരാൾക്ക് അയാളുടെ ലൈഫിലേക്ക് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിക്കുക? സോ ലൈഫിലേക്ക് നമ്മൾ ആദ്യം കൊണ്ടുവരേണ്ട ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ അത് രാവിലെ കുറച്ച് നേരത്തെ എണീക്കുക എന്നുള്ളതാണ്. ഇതാണ് മറ്റെല്ലാ ചേഞ്ചസിൻ്റെയും ഒരു ബേസ്മെൻറ്റ് എന്നുള്ളത്. സോ ഇതിനായിട്ട് നിങ്ങൾ 3 മണി 4 മണി ഈ ഒരു ടൈമിൽ എണീക്കണമെന്നല്ല പറയുന്നത്. നേരെ മറിച്ച് ഒരു 5 to 6 മണി ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ മസ്റ്റായിട്ടും എണീക്കുക. അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ റെഡി ആയിട്ട് നിൽക്കുക. നമ്പർ 6, ചേഞ്ച് യുവർ സെൽഫ്. ഫ്രണ്ട്സ്, നമ്മുടെ ലൈഫ് എന്നുള്ളത് അത് എപ്പോഴും ഒരുപോലെ ആകില്ല. സോ നമ്മുടെ ലൈഫിലേക്ക് മാറ്റങ്ങൾ വരുമ്പോൾ ആ മാറ്റങ്ങൾക്ക് അനുസരിച്ചിട്ട് മാറാൻ നമുക്ക് സാധിച്ചിരിക്കണം. ഒരാൾ മെൻ്റലി സ്ട്രോങ് ആവുക എപ്പോഴാണെന്ന് വെച്ചാൽ അയാൾ മാറ്റം എന്നുള്ള ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ്. ഇതൊരു പ്രകൃതി നിയമം കൂടിയാണ്. സോ മാറ്റങ്ങൾ വരുമ്പോൾ അതിനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് മാറാൻ സാധിച്ചിരിക്കണം. സോ ഇതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ മാറ്റേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഉള്ള ജോലി നിങ്ങൾക്ക് കിട്ടി ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇത്തരത്തിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എവിടെയാണോ എത്തേണ്ടത് അതിന് അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ തയ്യാറാകണം. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എവിടെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക. നമ്പർ 7, ഡു വർക്ക് ഹാർഡ്. ഫ്രണ്ട്സ്, നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണോ? എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മെൻ്റലി സ്ട്രോങ് ആയിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ. ദർ ഈസ് നോ ഷോർട്ട് കട്ട് ഫോർ ഹാർഡ് വർക്ക്. നിങ്ങളുടെ ലൈഫ് ഒന്ന് ഈസി ആയിട്ട് മാറണമെങ്കിൽ കുറച്ച് കാലത്തേക്ക് നിങ്ങൾ മറ്റെല്ലാം മറന്നുകൊണ്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. സോ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമ്മളുടെ മുമ്പിൽ ഒരു എയിം ഉണ്ടായിരിക്കണം, ഒരു ഗോൾ ഉണ്ടായിരിക്കണം. ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടായിരിക്കണം. ദെൻ ആ ഒരു പ്ലാൻ സ്മോൾ ടാർഗറ്റാക്കി ഡിവൈഡ് ചെയ്ത് ഡെയിലി ബേസിസിൽ അതിനുവേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിരിക്കണം. സോ നിങ്ങളുടെ മനസ്സും ബുദ്ധിയും നിങ്ങളുടെ ഗോൾസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കാനുണ്ടാകില്ല. നമ്പർ 8, ഡു മെഡിറ്റേഷൻ. നിങ്ങളെ ഇമോഷണലി ആൻഡ് മെൻ്റലി സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഹാബിറ്റാണ് മെഡിറ്റേഷൻ എന്നുള്ളത്. നമ്മളുടെ തോട്ട്സിനെ നമുക്ക് ഒരിക്കലും തന്നെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. ബട്ട് നമ്മളിലേക്ക് വരുന്ന തോട്ട്സിനെ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ സാധിക്കും. ആ ഒരു ലിമിറ്റ് ചെയ്യാനുള്ള ഒരു പോംവഴിയാണ് മെഡിറ്റേഷൻ എന്നുള്ളത്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ തോട്ട്സിനെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് ഏതൊക്കെ തോട്ട്സാണ് വേണ്ടത്, ഏതൊക്കെ തോട്ട്സാണ് വേണ്ടാത്തത്, ഇത്തരത്തിൽ നമ്മളുടെ തോട്ട്സിനെ നമുക്ക് നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് നമുക്ക് വേണ്ട തോട്ട്സിലേക്ക് നമ്മളുടെ ഫുൾ ഫോക്കസും നമ്മളുടെ ഫുൾ കോൺസെൻട്രേഷനും നൽകാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.